ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SK മൂവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2016 റിലീസ് ചെയ്ത ട്രെയിൻ ടു ബുസാൻ എന്ന കൊറിയൻ മൂവിയാണ്. ഒരു ഹൊറർ ആൻഡ് ആക്ഷൻ മൂവിയാണിത്. വൺ ഓഫ് ദ ഫേമസ് സോംബിയൻ മൂവി എന്ന് തന്നെ നമുക്ക് പറയാം. കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഞങ്ങളുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലൊരു മെയിൻ ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോളി മാമനാണ്. സോ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ ഒരു ട്രക്കാണ് കാണുന്നത്. ആ ട്രക്കിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അയാൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഒരു കോൾ വരുന്നുണ്ട്. അയാള് താഴെ ഇരിക്കുന്ന ഫോൺ എടുക്കാൻ കുനിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാളുടെ വണ്ടിയിൽ എന്തോ ഇടിക്കുന്ന പോലെ തോന്നുന്നു. അയാൾ പേടിച്ച് പെട്ടെന്ന് വണ്ടി നിർത്തുന്നു. പുറത്തിറങ്ങി നോക്കുന്നു. അയാൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റോഡിൽ ഒരു മാൻ വണ്ടി ഇടിച്ച് കിടക്കുന്നത് കണ്ടത്. അയാൾക്ക് ആശ്വാസമായി. മനുഷ്യരൊന്നും അല്ലല്ലോ. അയാൾ അങ്ങനെ ട്രക്കിലേക്ക് കയറി അവിടെ നിന്ന് പോയി. അപ്പോഴുണ്ട് ആ മാനാണെങ്കിൽ ചാടി എഴുന്നേക്കുന്നു, ഒന്നും സംഭവിക്കാത്തതുപോലെ. എന്നാൽ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അതിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അതിന്റെ കണ്ണുകളിൽ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു, നമ്മുടെ സോംബീൻസിന്റെ ഒക്കെ കണ്ണുകൾ പോലെ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നായകനായ സിയോക്കിനെയാണ്. അവനാണെങ്കിൽ ഒരു കമ്പനിയിലെ മാനേജറാണ്. അവനെ പറ്റി പറയുവാണെങ്കിൽ അവ എപ്പോഴും തന്റെ ജോലിക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. മറ്റൊന്നിനെ കുറിച്ചും അവൻ ഒട്ടും ബോധവാനല്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വൈഫുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അവനൊരു മകൾ കൂടിയുണ്ട്. അവളുടെ പേര് സുവാൻ എന്നാണ്. അവനും അമ്മയും മകളും ഒരുമിച്ചാണ് താമസം. അവൻ എന്നും ജോലി കഴിഞ്ഞ് നേരെ വരുന്നത് അവന്റെ മോളുടെ റൂമിലേക്കാണ്. അവളപ്പോൾ പുതപ്പിനിടയിൽ അവളുടെ അമ്മയായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ അവൾ ആ ഫോൺ അങ്ങ് ഓഫ് ചെയ്തിട്ട് ചാടി എഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവൻ ബർത്ത്ഡേ വിഷ് ചെയ്ത് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് തുറന്നു നോക്കിയിട്ടും അവൾ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. കാരണം അവൻ കഴിഞ്ഞ ബർത്ത്ഡേക്കും ഇതേ സെയിം ഗിഫ്റ്റ് തന്നെയായിരുന്നു വാങ്ങിക്കൊടുത്തത്. അത് കണ്ടിട്ട് ഇതൊന്ന് മാറ്റി വാങ്ങാൻ പറ്റുമോ എന്ന് അവനോട് ചോദിച്ചു. ശരി, നിനക്ക് വേറെ എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് അവനും ചോദിച്ചു. എനിക്ക് എന്റെ അമ്മയെ കാണാൻ ബുസാനിലേക്ക് പോകണം, എനിക്ക് അതാണ് വേണ്ടത് എന്ന് അവൾ പറയുന്നു. അവനും അത് സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പോഴല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോകാമെന്ന് അവൻ പറയുന്നു. ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ പോകണമെന്ന് അവൾ വാശി പിടിക്കുന്നു. അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല. അച്ഛൻ ഇങ്ങനെയാണ്, ഒരുപാട് തവണ എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പോകണമെന്ന് അവള് വാശി പിടിച്ച് കരയുക. അത് കണ്ടിട്ട് അവനോട് അമ്മയും മോളെ ഇനിയെങ്കിലും നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ജോലി തിരക്കിനിടയിൽ അവളുടെ കാര്യങ്ങൾ നീ മറക്കരുതെന്നും അവർ പറയുന്നു. എന്നിട്ട് അവളുടെ സ്കൂളിൽ നടന്ന ഒരു പരിപാടിയുടെ വീഡിയോ അവനെ കാണിക്കുന്നു. അതിൽ സുവാൻ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ അവളുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലായിരുന്നു. അവൾ ചിരിക്കുന്നേയില്ല. അവൾ വിഷമിച്ചാണ് പാടുന്നത്. കാരണം പരിപാടി കാണാൻ അവളുടെ ഫ്രണ്ട്സിന്റെ അച്ഛനും അമ്മയും ഒക്കെയുണ്ട്. പക്ഷെ അവളുടെ അച്ഛനും അമ്മയും മാത്രമില്ല. അതുകൊണ്ട് തന്നെ അവള് പാട്ട് ഫുള്ളായിട്ട് പാടാതെ പകുതി വെച്ച് നിർത്തിയിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. അവൻ ബുസാനിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അവർ രണ്ടുപേര് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക. അവൾ അമ്മയോട് തങ്ങളങ്ങോട്ട് വരുന്ന കാര്യം വിളിച്ചു പറയുന്നു. അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഫ്രണ്ടിൽ ഒരുപാട് പോലീസ് ജീപ്പും ഫയർ എഞ്ചിനും ഒക്കെ പോകുന്നത് കാണുന്നു. എവിടെയോ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അവർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. ഒരു സ്കൂളിൽ നിന്നുള്ള ബേസ്ബോൾ ടീമും അതിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടി വരുന്നത് കാണിക്കുന്നു. അവളാണ് ജിൻഹി. നീ ഇന്ന് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് അവളോടൊരു പയ്യൻ ചോദിക്കുന്നു. ഞാൻ എന്റെ തീരുമാനം മാറ്റി, അവളും പറഞ്ഞു. അവളുടെ ഒരു ക്രഷ് മിൻ എന്നൊരു പയ്യനുണ്ട്. അവൻ ആ ടീമിലുണ്ടായിരുന്നു. അവനെ കാണാനാണ് അവൾ ഇന്ന് വന്നത്. അവനാവട്ടെ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. അപ്പോഴേക്കും ട്രെയിൻ വിടാൻ ടൈമായിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ട്രെയിൻ പോകാനുള്ള സിഗ്നൽ കൊടുക്കുന്നു. അപ്പൊ ഇതിനിടയില് ഈ സ്റ്റേഷൻ മാസ്റ്റർ കാണാതെ ഒരു പെൺകുട്ടി ട്രെയിനകത്തേക്ക് ഓടിക്കയറുന്നു. അയാള് ട്രെയിൻ പുറപ്പെടാനുള്ള സിഗ്നലും കാണിക്കുന്നു. ട്രെയിൻ മുന്നിലേക്ക് നീങ്ങുന്നു. സ്റ്റേഷൻ മാസ്റ്റർ തിരിച്ചു പോകാൻ നോക്കുമ്പോഴോ ഒരു ആൾക്കൂട്ടം കാണുന്നു. പക്ഷെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ട്രെയിനിനുള്ളിൽ നിന്ന് സുവാൻ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സ്റ്റേഷൻ മാസ്റ്ററിന്റെ പുറകിലേക്ക് ആരോ ചാടി വീഴുന്നത് അവൾ കണ്ടു. അയാൾ താഴേക്കും വീണു. അത് സുവാൻ കാണുന്നു. പക്ഷെ സിയോക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ പെൺകുട്ടിയാണ്. ട്രെയിനിലേക്ക് ആരും കാണാതെ ഓടിക്കേറിയ ആ പെൺകുട്ടിയെ. അവൾ ആ ഒരു ബാത്റൂമിനകത്ത് കയറിയിരിക്കുകയാണ്. അവളുടെ കാലിൽ എന്തോ കടിച്ച പാടുണ്ട്. അതവൾ മുറുക്കി കെട്ടുന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കില്ലേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും ഉണ്ട് മറ്റൊരു ബോഗിയിലെ ഒരു പ്രശ്നം നടക്കുന്നു. ആരോ ട്രെയിനിന്റെ ബാത്റൂമിൽ കയറിയിരിക്കുന്നു. അയാൾ എത്ര പറഞ്ഞിട്ടും ഡോറ് തുറക്കുന്നില്ല. ഇത് കണ്ടിട്ട് സുവാനും അവിടേക്ക് വരുന്നു. ഒരു വിധത്തിൽ അയാൾ ഡോറ് തുറന്നു. അപ്പോൾ ട്രെയിനിലെ ജീവനക്കാരൻ, നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളെ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറക്കിവിടും എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് അയാൾ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. എല്ലാവരും മരിക്കും എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ട്രെയിനിൽ ഓടിക്കേറിയ മറ്റേ പെൺകുട്ടി പുറത്തേക്കിറങ്ങി നടക്കുന്നു. പക്ഷേ അവളുടെ നടത്തം അത്ര മര്യാദയ്ക്കൊന്നും ആയിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ സുവാൻ മറ്റൊരു ടോയ്ലറ്റിലേക്ക് പോകുന്നു. അപ്പോഴതാ നിൽക്കുന്നു നമ്മുടെ ഡോളി മാമൻ.
സുവാൻ ടോയ്ലറ്റിന്റെ ഡോറ് നോക്ക് ചെയ്യാൻ നേരം അയാൾ അത് തടയുന്നു. തന്റെ ഭാര്യ ഈ ബാത്റൂമിലാണുള്ളത്, അവൾ പ്രഗ്നന്റ് ആണ്, നീ വേറെ ബാത്റൂം നോക്കാൻ അയാൾ പറയുന്നു. ഇത് കേട്ടിട്ട് സുവാൻ വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്നും മടങ്ങുന്നു. പിന്നെ കാണുന്നത് ഒരു ട്രെയിനിലെ ജീവനക്കാരിയാണ്. അവർ നടന്നു വരുമ്പോ നേരത്തെ നമ്മൾ കണ്ട പെൺകുട്ടിയില്ലേ, അവൾ ഇതാ തറയിൽ വീണു കിടക്കുന്നു. അവൾ പെട്ടെന്ന് ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് അവൾ തിരിഞ്ഞിരുന്ന് വോക്കി ടോക്കി എടുത്തിട്ട് ബോഗി നമ്പർ 11 ഒരു പെൺകുട്ടി വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്തോ സൗണ്ട് ഇട്ട് അവൾ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ഈ പെൺകുട്ടി ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷേ അവളെ കണ്ടാലോ ഒരു സോംബിനെ പോലെയായിരുന്നു. ഇത് കണ്ടിട്ട് ആ ട്രെയിൻ ഹോസ്റ്റസ് പേടിച്ച് ബാക്കിലേക്ക് നീങ്ങുന്നു. പിന്നെ അവളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കാണുന്നത് സിയോക്കിനെയാണ്. സിയോക്ക് ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ സുവാനെ കാണുന്നില്ല. അപ്പോൾ സിയോക്കിനൊരു കോൾ വരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇവിടെ പട്ടാളക്കാരെ ഇറക്കിയിട്ടുണ്ടെന്നും മറുവശത്തു നിന്ന് അയാളോട് ആരോ പറയുന്നുണ്ട്. അതേ വാർത്ത തന്നെയായിരുന്നു അപ്പോൾ ടിവിയിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് കണ്ട് പരിഭ്രാന്തരാകുന്നു. അപ്പോഴുണ്ട് നേരത്തെ ആ സോംബിയനായ പെൺകുട്ടിയില്ലേ, അവള് ആ എയർഹോസ്റ്റസിന്റെ മുകളിൽ കയറിയിരുന്ന് അവളുടെ കഴുത്തിൽ കടിച്ചുകൊണ്ട് നേരെ നടന്നു വരുന്നതോ ആ ബേസ്ബോൾ ടീമിന്റെ കോച്ചിലേക്കും. ആ പെൺകുട്ടിയെ കടിച്ചതിനു ശേഷം അത് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും കടിക്കുന്നു. അപ്പോഴേക്കും കടി കിട്ടിയ ആ പെൺകുട്ടിയും സോംബിയനായി. പിന്നെ അവിടെ കടിയോട് കടിയായിരുന്നു. അപ്പൊ സിയോക്കാണെ സുവാനെ തിരക്കി അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവിടുത്തെ ബഹളം കേട്ട് സുവാനും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് നോക്കുന്നു. അവൾ സിയോക്കിനെ കാണുന്നു. അവനാണെങ്കിൽ ഒരു സോംബിയനെ കണ്ട് പേടിച്ച് നിൽക്കുമായിരുന്നു. സുവാന്റെ അച്ചായ എന്ന വിളി കേട്ട് പെട്ടെന്ന് അവൻ വന്ന് അവളെ എടുത്ത് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും ഒരു ഒറ്റ ഓട്ടം. പുറകെ സോംബിയൻസും ഉണ്ട്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അപ്പോ ഇതൊന്നും അറിയാതെ നമ്മുടെ ഡോളി മാമൻ ഭാര്യയെയും വെയിറ്റ് ചെയ്ത് ബാത്റൂമിന് പുറത്ത് നിൽക്കുവാണ്. ഭാര്യ പുറത്തു വന്ന് രണ്ടുപേരും നോക്കുമ്പോൾ എല്ലാരും ഓടുന്നതാ കാണുന്നത്. ഒരാളെ ഒരു സോംബിയൻ ആക്രമിക്കുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കാതെ രക്ഷിക്കാൻ ഡോൺലിയോട് ഭാര്യ പറയുന്നു. പക്ഷെ അത് സോംബിയനാണെന്ന് അറിയാതെയാണ് ഡോൺലി രക്ഷിക്കാൻ പോകുന്നത്. അപ്പോഴുണ്ട് അത് ഡോൺലിയെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിനെ അടിച്ച് ഡോൺലി ഒരു ബാത്റൂമിലിട്ട് അടയ്ക്കുന്നു. ഡോൺലിയോടാ സോംബിയന്റെ കളി. പിന്നെ നോക്കുമ്പോൾ ഒരു കൂട്ടം സോംബിയൻസ് ഓടി വരുന്നു. അടികൂടി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി അവൻ ഭാര്യയും കൂട്ടി ഓടുന്നു. ഓടുന്ന വഴി വരുന്ന സോംബിയൻസിനെ ഒക്കെ ഡോൺലി ഇടിച്ചു തെറിപ്പിക്കുന്നു. അപ്പൊ ഇവർ ഓടിച്ചെല്ലുന്നത് സിയോക്ക് നിൽക്കുന്ന കമ്പാർട്ട്മെന്റിലേക്കാണ്. പക്ഷേ സിയോക്ക് ഡോർ അടയ്ക്കുന്നു. അവര് കയറുന്നതിന് മുമ്പ് തന്നെ ഡോൺലി ഭാര്യയും ഓടി വരുന്നത് കണ്ടിട്ട് അവൻ ഡോറിൽ നിന്ന് കൈമാറ്റുന്നു. അവരും അകത്ത് കയറുന്നു. അപ്പോഴുണ്ട് ഡോൺലി ഡോർ അടച്ചതിന് സിയോക്കിനോട് ദേഷ്യപ്പെടുന്നു. ഡോൺലിയുടെ വൈഫാണേല് സോംബിയൻസ് തങ്ങളെ കാണുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഡോറിൽ ഒഴിച്ചിട്ട് അവിടെ ന്യൂസ് പേപ്പർ വെച്ച് മറയ്ക്കുന്നു. പിന്നെ അവരുടെ ബഹളം ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഡോൺലി ആണേല് സിയോക്കിനെ കഴുത്തിന് പിടിച്ചിട്ട് ഞാൻ നിന്നെ ഇപ്പൊ അവർക്ക് സിന്ന ഇട്ട് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പൊ അവന്റെ ഭാര്യയെ നിർത്താൻ പറയുന്നു. അങ്ങനെ അവൻ പിടിവിടുന്നു. ട്രെയിൻ അപ്പോഴേക്കും മറ്റൊരു സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷെ അവിടെയും നിറയെ സോംബിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ട്രെയിൻ അവിടെ നിർത്തുന്നില്ല. അപ്പോൾ ന്യൂസിലും ഇതേ കാര്യം പറയുന്നു. പ്രശ്നം രൂക്ഷമായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അടച്ചിടുകയാണെന്ന് പറയുന്നു. രാജ്യത്തിപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും വീടുകളിൽ തന്നെ സേഫായി ഇരിക്കാൻ പറയുന്നു. അപ്പോഴേക്കും ലോക്കോ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് കേൾക്കുന്നു. ട്രെയിൻ നെക്സ്റ്റ് സ്റ്റോപ്പിൽ സർവീസ് നിർത്തുകയാണ്. ആരും പേടിക്കേണ്ടെന്നും അവിടെ നിങ്ങളെ രക്ഷിക്കാൻ പട്ടാളക്കാരുണ്ടെന്നും പറയുന്നു. അത് കേട്ട് സിയോക്ക് മുന്നോട്ട് നടന്നു പോയി ആ സ്റ്റേഷനിലുള്ള തന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു. കാര്യങ്ങൾ തിരക്കുന്നു. എല്ലാം സത്യമാണ്, പക്ഷേ നിങ്ങളെ അവർ ക്വാറന്റൈനിലാക്കും എന്ന് അയാൾ സിയോക്കിനോട് പറയുന്നു. അത് കേട്ടിട്ട് നിനക്ക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് സിയോക്ക് തിരിച്ചു ചോദിക്കുന്നു. മെയിൻ ഗേറ്റ് വഴി നിങ്ങൾ പോകരുത്, മറ്റൊരു വഴിയുണ്ട്, അതിലൂടെ നിങ്ങൾ പുറത്തു വരണം. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാറുമായി വിടാമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് ആ ഭിക്ഷക്കാരൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ട്രെയിൻ സ്റ്റേഷനിലെത്തി. എല്ലാവരും അവിടെ പേടിച്ച് ഇറങ്ങുക. ലോക്കോ പൈലറ്റ് ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് സ്ഥിതി ഇത്ര മോശമാണെന്ന് അയാൾ അറിയുന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് അയാൾ സ്റ്റാലിയോൺ എന്ന കമ്പനിയുടെ CEO ആണെന്നും അയാൾക്ക് എത്രയും പെട്ടെന്ന് ബുസാനിൽ എത്തണമെന്നും അവിടെ ഒരു കുഴപ്പമില്ല എന്നും പറയുന്നു. അപ്പോൾ ലോക്കോ പൈലറ്റ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങൾ പറഞ്ഞ പട്ടാളക്കാരെവിടെയെന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു. തന്നോട് ഇൻഫോം ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ അനൗൺസ് ചെയ്തതെന്ന് അയാളും പറയുന്നു. ആ ബേസ്ബോൾ ടീമിലെ 4 കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരും സോംബിയൻസ് ആയിരുന്നു. അവരെല്ലാം പുറത്തേക്ക് പോകുന്നു. എന്നാൽ സിയോക്കാകട്ടെ സുവാനെയും കൊണ്ട് മറ്റൊരു വഴി പോകുന്നു. എന്നാൽ അവരുടെ പുറകെ ആ ഭിക്ഷക്കാരനും ഉണ്ടായിരുന്നു. അയാളോട് എന്തിനാ തങ്ങളുടെ പുറകെ വരുന്നതെന്ന് സിയോക്ക് ചോദിക്കുന്നു. അപ്പോൾ തനിക്കും ഈ വഴിയാണ് പോകേണ്ടതെന്ന് അയാൾ പറയുന്നു. നിങ്ങൾ ഫോണിൽ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നു എന്ന് അവൻ പറയുന്നു. മെയിൻ ഗേറ്റ് വഴി പോയാൽ എല്ലാരെയും ക്വാറന്റൈനിലാക്കുമല്ലേ, അത് ഞാൻ കേട്ടിരുന്നു. അത് കേട്ടിട്ട് സുവാൻ ഞാനിത് എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുന്നു. പക്ഷെ സിയോക്ക് അവളെ തടയുന്നു. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി, വാ നമുക്ക് പോകാമെന്ന് അവളോട് പറയുന്നു. അപ്പോൾ സുവാൻ അച്ഛൻ എപ്പോഴും സ്വന്തം കാര്യം മാത്രമേ നോക്കൂ, അതുകൊണ്ടാണ് എന്റെ അമ്മ പോയത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ വരുന്നത് കാണുന്നു. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭിക്ഷക്കാരൻ ഓടുന്നു. അതിനു പുറകെ സിയോക്കും. പിന്നെയല്ലേ മനസ്സിലായത് പണിപാളിയെന്ന്. ഒരു കൂട്ടം സോംബിയൻസ് ആ പട്ടാളക്കാരന്റെ പുറകെ വരുന്നു. അയാളെ കൊല്ലുന്നു.
ഇത് കണ്ട് അവർ തിരിഞ്ഞോടുന്നു. മറ്റുള്ളവരാണ് എസ്കലേറ്റർ വഴി താഴേക്ക് പോകുമായിരുന്നു. അവരുടെ നേരെയും സോംബിയൻസ് വന്നു. അവർ കുറച്ചുപേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവരും തിരിച്ചോടി. എന്നാൽ മറുവശത്ത് സുവാന്റെ നേരെ ഒരു സോംബിയൻ ഓടി വരുന്നത് സുയോക്ക് കാണുന്നു. അത് സുവാനെ കടിക്കാൻ അടുത്തെത്തിയതും നമ്മുടെ ഡോൺലി മാമൻ ഓടി വന്ന് അതിനെ ഇടിച്ച് താഴെയിടുന്നു. ചുറ്റും സോംബികൾ നിറഞ്ഞു. സുയോക്കിന് നേരെയും ഒരു സോംബിയൻ കടിക്കാൻ വന്നു. അവൻ പെട്ടെന്ന് താഴെ കിടന്ന ഒരു പുസ്തകം അതിന്റെ വായിൽ വെച്ചു കൊടുത്തു. അപ്പോഴേക്കും ആ ഭിക്ഷക്കാരൻ വന്ന് അവന്റെ കോട്ട് ഈ സോംബിയന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നു. അങ്ങനെ സുയോക്ക് രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും എല്ലാവരും ഓടി രക്ഷപ്പെട്ടിരുന്നു. സിയോക്കിനോട് വേഗം വരാൻ നമ്മുടെ ഡോൺലി മാമൻ പറയുന്നു. സിയോക്ക് ഓടി വന്നതും അവരെല്ലാം കൂടി ചേർത്ത് കഷ്ടപ്പെട്ട് ആ ഡോർ അടയ്ക്കുന്നു. അപ്പൊ ബാക്കിയുള്ളവര് ട്രെയിനിന്റെ ഓരോ ബോഗിലേക്ക് കയറുന്നു. അവര് വളരെ പാടുപെട്ട് ആ ഡോർ അടയ്ക്കുന്നു. എന്നിട്ട് അവരും ഓടുന്നു. പക്ഷേ സോംബികളെല്ലാം കൂടി ഡോറ് തകർക്കുന്നു. സുവാനും ഡോൺലിയുടെ വൈഫും ആ പിച്ചക്കാരനും ഒരു കമ്പാർട്ട്മെന്റിലായിരുന്നു. ബാക്കിയുള്ളവർ മറ്റൊന്നിലുമായിരുന്നു. അതിൽ നേരത്തെ സിയു ആണെന്ന് പറഞ്ഞവൻ ഭീഷണിപ്പെടുത്തി ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. പക്ഷേ ജിൻഹി പറ്റില്ല, എന്റെ ഫ്രണ്ട്സ് വന്നിട്ടില്ല എന്ന് ട്രെയിൻ വിടരുതെന്ന് കരഞ്ഞു പറയുന്നു. പക്ഷേ അവർ അത് കേട്ടില്ല. അങ്ങനെ ഡോൺലിയും സിയോക്കും പിന്നെ ആ 3 പിള്ളേരും കൂടി ഓടി വരുമ്പോ ട്രെയിൻ പോകുന്നത് കാണുന്നു. അവർ വേഗം ഓടുന്നു. പക്ഷേ അതിൽ 2 പിള്ളേരെ സോംബിയൻസ് അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ മിന്നും സിയോക്കും ഡോൺലിയും മാത്രമാണ് അവശേഷിക്കുന്നത്. അവർ ഒരു വിധത്തിൽ ഓടി ഒരു ബോഗിയിൽ കയറുന്നു. അവിടെ സിയോക്കും ഡോൺലിയുടെ വൈഫും ആ ഭിക്ഷക്കാരനും കയറിയ ബോഗിയിലാണെ ഫുൾ സോംബികളായിരുന്നു. അവർ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഒരു ബാത്റൂമിൽ കയറി കതകടയ്ക്കുന്നു. എന്നിട്ട് ഡോൺലിയോട് വിളിച്ച് കാര്യം പറയുന്നു. അവർ 13 നമ്പർ ബോഗിയിലായിരുന്നു. ഡോൺലി 9 നമ്പർ ബോഗിയിലും. അവർ അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുന്നു. ഞാൻ ഫ്രണ്ടിൽ പോകാമെന്നും സിയോക്ക് ബാക്കിൽ നിൽക്കാനും മിൻ നടുക്ക് നിൽക്കാനും ഡോൺലി പറയുന്നു. അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ നല്ല ഉഗ്രൻ അടിയായിരുന്നു. വരുന്ന സോംബിയൻസിനെയൊക്കെ എല്ലാം നമ്മുടെ ഡോൺലി മാമൻ അടിച്ചു തൂക്കി എറിയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവർ അടുത്ത ബോഗിയിലെത്തുന്നു. പക്ഷേ അവിടെയാകട്ടെ മിന്നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഉള്ളത്. അവർ സോംബികളാണെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അത് കണ്ടിട്ട് ഡോൺലി മാമൻ സിയോക്കിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അടി തുടങ്ങി. പക്ഷെ അതവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലായിരുന്നു. മിന്നാണെ ഇത് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ്. അവരെ 2 പേരെയും സോംബികൾ പൊതിഞ്ഞു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്നു. പെട്ടെന്നാണ് ട്രെയിൻ ഒരു ടണലിന്റെ അകത്ത് കയറുന്നത്. അങ്ങനെ ഫുൾ ഇരുട്ടാകുന്നു. പിന്നെ സോംബികൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കുറച്ച് ബോളുകൾ താഴെ വീഴുന്ന സൗണ്ട് കേട്ട് ഈ സോംബികളെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓടുന്നു. ആ തക്കം നോക്കി അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത ബോഗിയിലേക്ക് കയറുന്നു. അപ്പോഴേക്കും ആ ടണൽ കഴിഞ്ഞിരുന്നു. ഇരുട്ടത്ത് അവർക്ക് കാണാൻ പറ്റില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നു. ആ ബോഗിയിൽ ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു. സിയോക്ക് ഡോൺലിയോട് തന്റെ ഫോൺ ചോദിക്കുന്നു. അപ്പോൾ ട്രെയിൻ മറ്റൊരു ടണലിലേക്ക് കടന്നു. ആ സമയം സിയോക്ക് തന്റെ ഫോൺ എടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എറിയുന്നു. എന്നിട്ട് ഡോൺലിയുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നു. ആ സൗണ്ട് കേട്ട് സോംബികളെല്ലാം കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവർ ഡോൺലിയുടെ വൈഫുള്ള ആ കമ്പാർട്ട്മെന്റിൽ എത്തുന്നു. അവർ ആ ബാത്റൂമിലേക്ക് കയറി കതകടയ്ക്കുന്നു. അപ്പൊ സിയോക്ക് ഫോണിൽ നോക്കി അടുത്ത ടണൽ എപ്പോഴാണ് എന്ന് നോക്കുന്നു. അടുത്ത 2 മിനിറ്റിൽ ഒരു ടണൽ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന് ജിൻഹിക്ക് മിൻ മെസ്സേജ് അയക്കുന്നു. അവളത് അവിടെ ഉള്ളവരോട് പറയുന്നു. പക്ഷേ അവർ അതിന് സമ്മതിക്കുന്നില്ല. ആ സിയു ആണെന്ന് പറഞ്ഞ ആൾ അവളോട് ദേഷ്യപ്പെടുന്നു. അവരുടെ ഉള്ളിലും ആ വൈറസ് കാണുമോ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങോട്ടാരും വരണ്ട എന്നയാൾ പറയുന്നു. ജിൻഹി എല്ലാവരോടും കരഞ്ഞു പറയുന്നുണ്ട്. പക്ഷെ ആരും കേട്ടില്ല. അങ്ങനെ അവർ അടുത്ത ടണൽ എത്തിയപ്പോൾ ആ സോംബികളുള്ള ബോഗിയിലേക്ക് കയറുന്നു. നമുക്ക് ആ ലഗേജസ് വയ്ക്കുന്ന മുകളിലെ സ്പേസിലൂടെ ഇഴഞ്ഞു പോകാമെന്ന് സിയോക്ക് എല്ലാവരോടും പറയുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയി. എന്നിട്ട് സിയോക്കാണെങ്കിൽ ഒരു ബാഗ് എടുത്ത് ബാക്കിലേക്ക് എറിയുന്നു. ആ സൗണ്ട് കേട്ട് സോംബികളെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നു. ഒരുവിധം അവർ താഴെ ഇറങ്ങുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ടണൽ കഴിയുന്നു. പെട്ടെന്ന് വെളിച്ചം വന്നു. എല്ലാവരും 2 വശത്തേക്കും ഒളിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോ ഒരു സൗണ്ട് കേട്ട് സോംബികളെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങുന്നു. അത് കണ്ടിട്ട് അവർ ഓടുന്നു. ഡോൺലി ഓടി വന്ന് ഡോർ അടയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ലായിരുന്നു. മിന്നാണെങ്കിൽ മറുവശത്ത് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ അതവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. മിൻ ജിൻഹിയെ വിളിക്കുന്നു. പക്ഷേ അവളെ അവർ പിടിച്ചു വെക്കുന്നു. അവളുടെ ഫോൺ ആ സിഇഒ ചവിട്ടി പൊട്ടിക്കുന്നു. ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് മിൻ പറഞ്ഞപ്പോ അത് അടിച്ചു പൊളിക്കാൻ ഡോൺലി മാമ പറയുന്നു. ഡോൺലിയും സിയോക്കും കൂടി ഒരുവിധം എല്ലാരെയും അടിച്ച് ഡോർ അടയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഡോൺലിയാണെ ഡോറിൽ കൈയും വെച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മിൻ ഡോർ ഒരു വിധത്തിൽ തല്ലി പൊട്ടിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു സോംബി നമ്മുടെ ഡോൺലി മാമന്റെ കയ്യിൽ കടിച്ചു. ഇത് കണ്ട് സുയോക്കിന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുവാണ്. ഡോൺലി അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഇത് കണ്ട ഡോൺലിയുടെ ഭാര്യ അവന്റെ അടുത്തേക്ക് വരുന്നു. ഇങ്ങോട്ട് വരല്ലേ, എന്റെ അടുത്ത് വരല്ലേ, പോയി രക്ഷപ്പെടാൻ ഡോൺലി പറയുന്നു. കാരണം അവനും ഉടനെ ഒരു സോംബിയാകുമെന്ന് അവനറിയാം. അവൻ തന്റെ ഭാര്യയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ സിയോക്കിനോട് പറയുന്നു. ഇത് ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ വേഗം പോയിക്കൊള്ളൂ എന്ന് അയാൾ പറയുന്നു. പക്ഷെ ഇവിടെയുണ്ട് ആ സിഇഒ വന്ന് മറ്റേ ഡോർ അടയ്ക്കാൻ നോക്കുന്നു.
മിൻ അത് തുറക്കാൻ നേരം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എല്ലാരും കൂടി വന്ന് ഡോർ പിടിച്ചു വെക്കുന്നു. അപ്പോഴാണ് അതിനുള്ളിൽ ഒരു സ്ത്രീ തന്റെ ചേച്ചി അപ്പുറത്ത് നിൽക്കുന്നത് കാണുന്നത്. അവരും ജിൻഹിയും കൂടി എല്ലാരെയും മാറ്റാൻ നോക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. ഒരു വിധത്തിൽ അവർ 3 പേര് സർവ്വശക്തിയും എടുത്ത് ആ ഡോർ തുറക്കുന്നു. അവർ അകത്തേക്ക് കയറുന്നു. പക്ഷെ ഒരു സ്ത്രീ മാത്രം കയറുന്നില്ല. അവർ അവിടെ തന്നെ നിൽക്കുന്നു. കാരണം എല്ലാവരും കയറാൻ നിന്നാൽ എല്ലാവരും ചാകും. ആ സോംബികൾ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവരെ സോംബികൾ ആക്രമിക്കുന്നു. ഇത് കണ്ടിട്ട് അവരുടെ അനിയത്തി കരയുന്നു. പെട്ടെന്ന് സിയോക്ക് ആ സിയോയെ അടിച്ച് താഴെയിടുന്നു. നീ കാരണമാണ് ഇത്രയും പേര് നഷ്ടമായത്. പക്ഷേ അയാൾ നീയും ഒരു സോംബിയനാണ്. ഇവരെല്ലാം സോംബികളായി മാറി നമ്മളെ എല്ലാരെയും കൊല്ലുമെന്ന് പറയുന്നു. എന്നിട്ട് അവരെ മാത്രം മറ്റൊരു ബോഗിയിൽ അടച്ചിടുന്നു. ഇത് കണ്ട് വിഷമിച്ച് തന്റെ ചേച്ചി മരിക്കാൻ ഇവിടെയുള്ള മനസാക്ഷി ഇല്ലാത്തവരാണ് കാരണമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു. അവർ മുന്നോട്ട് നടക്കുന്നു. അവർ ആ സോംബികളുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവർ നോക്കുമ്പോൾ അവരുടെ ചേച്ചിയും ഒരു സോംബിയനായി മാറിക്കഴിഞ്ഞിരുന്നു. അത് ആ സിഇഒ കാണുന്നു. അയാൾ അവരോട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. അവിടെ നിന്ന് മാറി നിൽക്കാൻ അയാൾ പറയുന്നു. പക്ഷെ അവർ ആ ഡോറ് വലിച്ചു തുറക്കുന്നു. എല്ലാ സോംബികളും കൂടി അവരെ എല്ലാം കൊല്ലുന്നു. സിയോക്കും മിന്നും ആ ഭിക്ഷക്കാരനും ഡോൾലിയുടെ ഭാര്യയും സുവാനും മാത്രം അവശേഷിക്കുന്നു. അപ്പോഴേക്കും സിയോക്കിന് തന്റെ ഫ്രണ്ടിന്റെ കോൾ വരുന്നു. നിങ്ങൾ ബുസാനിൽ എത്തിയോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇല്ല, എത്താറായതേ ഉള്ളൂ എന്ന് അവൻ മറുപടി പറയുന്നു. ഇതിനൊക്കെ കാരണം നമ്മുടെ പ്രോജക്റ്റ് ആണെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടിട്ട് സിയോക്ക് കരയുന്നു. അപ്പോഴേക്കും ട്രെയിൻ പെട്ടെന്ന് നിർത്തുന്നു. ട്രാക്ക് ബ്ലോക്കാണ്. ട്രെയിൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരെങ്കിലും ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ ഇടതുവശത്തെ ട്രാക്കിലേക്ക് വരിക. ഞാൻ അവിടെ മറ്റേതെങ്കിലും ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കാമെന്ന് ലോക്കോ പൈലറ്റ് അനൗൺസ് ചെയ്യുന്നു. എന്നിട്ട് അയാൾ ഓടി മറ്റൊരു ട്രെയിനിലേക്ക് കയറുന്നു. പക്ഷെ അതും നിറയെ സോംബികളായിരുന്നു. അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് ഡോറും അടച്ച് അവിടെ നിന്ന് ഓടി മറ്റൊരു സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ട്രെയിനിന്റെ ബാത്റൂമിൽ ആ സിഇഒയും മറ്റൊരാളും രക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സിഇഒ ആണെങ്കിൽ ഒരു സെൽഫിഷ് ആയിരുന്നു. ആര് ചെത്താലും വേണ്ടില്ല, അയാൾക്ക് രക്ഷപ്പെടണമെന്നായിരുന്നു അയാളുടെ ചിന്ത. അയാളാകട്ടെ കൂടെ ഉണ്ടായിരുന്ന ആളെ സോംബികൾക്ക് മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്തിട്ട് അവിടെ നിന്നും ഓടുന്നു. പക്ഷെ അയാളുടെ പുറകിൽ സോംബികളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സിയോക്കും ബാക്കിയുള്ളവരും പുറത്തിറങ്ങുന്നു. ബുസാനിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് സിയോക്ക് അവരോട് പറയുന്നു. അവർ വേറെ ട്രെയിൻ നോക്കി പോകുന്നു. ഇവിടെ ലോക്കോ പൈലറ്റ് മറ്റൊരു ട്രെയിനിനകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും അവർ മറ്റൊരു ട്രെയിൻ കണ്ടുപിടിക്കുന്നു. അതിനുള്ളിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ എല്ലാവരും അതിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ലോക്കോ പൈലറ്റ് നോക്കുമ്പോൾ അതേ ട്രാക്കിലേക്ക് തീ കത്തിയിട്ടൊരു ട്രെയിൻ അവർക്ക് നേരെ വരുന്നു. അത് വന്ന് അവർ കയറാനിരുന്ന ട്രെയിനിലേക്ക് ഇടിക്കുന്നു. മിന്നും ജിൻഹിയും 2 ട്രെയിനുകളുടെ ഇടയിൽ കുടുങ്ങുന്നു. അവർ ഒരുവിധം രക്ഷപ്പെട്ട് ട്രെയിനിന്റെ ഡോറ് തുറന്ന് കയറി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ആ സിഇഒ അവിടേക്ക് വരുന്നു. അയാൾ ജിൻഹിയെ പുറകിലേക്ക് തള്ളിയിടുന്നു. അവളെ അയാളുടെ പുറകെ വന്ന സോമിയൻ കടിക്കുന്നു. ഇത് കണ്ട് മിൻ ആ സോമിയെ അടിച്ചു കൊല്ലുന്നു. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ജിൻഹി അപ്പോഴേക്കും ഒരു സോമ്യനായി മാറി മിന്നിനെ കടിക്കുന്നു. ഇവിടെ സിയോക്കാടെ ട്രെയിനിന്റെ അടിയിലാണ്. ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ആ ഭിക്ഷക്കാരനും ഡോളിയുടെ വൈഫും സുവാനും കൂടെയുണ്ട്. സിയോക്ക് എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ തന്റെ മുകളിലെല്ലാം സോമിയൻസ് ആണ്. 2 ട്രെയിനിന്റെ ഇടയ്ക്കാണല്ലോ ഇവർ. അപ്പോ ആ ദുഷ്ടൻ സിഇഒ ഓടി വരികയാണ്. ഇവിടെ ലോക്കോ പൈലറ്റ് മറ്റൊരു ട്രെയിനിൽ ഇരിക്കുകയാണ്. അയാളെ കണ്ടതും ആ ലോക്കോ പൈലറ്റ് അയാളെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ അയാൾ വീണ്ടും തന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ലോക്കോ പൈലറ്റിനെ സോമിയൻസിനിടയിൽ ഇട്ട് കൊടുത്തിട്ട് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് കയറാൻ നോക്കുന്നു. അപ്പോ ഇവിടെ സിയോക്ക് ഒരു ട്രെയിനിന്റെ താഴെ കുറച്ച് സ്ഥലം കാണുന്നു. അതിലൂടെ പുറത്തു പോകാമെന്ന് പറയുന്നു. സിയോക്ക് പുറത്തിറങ്ങി സുവാൻ ഇറങ്ങാൻ വരുമ്പോ അതിന്റെ ഡീസൽ ടാങ്ക് പൊട്ടി താഴേക്ക് വീഴുന്നു. സിയോക്ക് അത് അവന്റെ ഫുൾ എനർജിയും എടുത്ത് വലിച്ചു പുറത്തു കളയാൻ നോക്കുന്നു. അപ്പോഴേക്കും ഒരു ഗ്ലാസ് പൊട്ടി സോംബികൾ താഴേക്ക് വീണു തുടങ്ങി. ആ ഭിക്ഷക്കാരൻ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരെ പിടിച്ചു വെച്ചു. അപ്പോഴേക്കും സിയോക്ക് ആ ടാങ്ക് എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ആ ഭിക്ഷക്കാരനെ ഡോളിയുടെ വൈഫ് ദയനീയമായി ഒന്ന് നോക്കുന്നു. അവരോട് രക്ഷപ്പെടാൻ അയാൾ പറയുന്നു. അവർ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടുന്നു. അപ്പോഴാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ കാണുന്നത്. അവർ അതിലേക്ക് ഓടിക്കയറുന്നു. പക്ഷേ ഒരു സോംബി അതിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. അതിന്റെ പുറകിൽ ഓരോന്നായി മുഴുവൻ സോംബികളും ട്രെയിനിന്റെ പുറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിന്റെ സ്പീഡ് തന്നെ കുറയുന്നു. സിയോക്ക് ഒരു വിധത്തിൽ ചവിട്ടി ആ സോംബിയെ പിടിവിടിക്കുന്നു. അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി ആശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ സിയോക്ക് ലോക്കോ പൈലറ്റിന്റെ റൂമിലേക്ക് പോകുന്നു. അവിടെ ഡോർ തുറക്കുമ്പോൾ ദാ ഇരിക്കുന്നു ആ സിഇഒ. അയാളും ഒരു സോംബിയായി തുടങ്ങിയിരുന്നു. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അയാൾ ഡോറ് തുറന്ന് പുറത്തു വരുന്നു. അയാൾ പൂർണ്ണമായും ഒരു സോംബി ആയിട്ടില്ലായിരുന്നു. പക്ഷേ സിയോക്ക് നിങ്ങളും ഒരു സോംബി ആയിരിക്കുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഇനി പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് അയാൾക്ക് താനും ഒരു സോംബി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത്. പക്ഷേ അടുത്ത നിമിഷം തന്നെ അയാൾ ഒരു സോംബിയായി മാറിക്കഴിഞ്ഞു. അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. സിയോക്ക് അയാളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സിയോക്കിനെ അയാൾ പിടിച്ചു വെക്കുന്നു. അവർ താഴേക്ക് വീഴാൻ പോകുകയാണ്. അത് കണ്ടിട്ട് ഡോളിയുടെ വൈഫ് ആ സോംബിയെ പിടിച്ചു മാറ്റുന്നു. അതിനു നേരെ അവളടുത്തേക്ക് അവളെ കടിക്കാൻ പോകുന്നു.
അപ്പോഴേക്കും സുയോക്ക് ഓടി വന്ന് തന്റെ കൈ അതിന്റെ വായിലേക്ക് വെക്കുന്നു. അവന്റെ കയ്യിൽ അത് കടിക്കുന്നു. അവൻ പെട്ടെന്ന് അയാളെ പുറത്തേക്ക് തള്ളിയിടുന്നു. സുയോക്കിന് കടി കിട്ടിയത് കൊണ്ട് അവനും സോംബിനായി മാറും. അവൻ പെട്ടെന്ന് അവനെ ലോക്കോ പൈലറ്റിന്റെ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ട്രെയിൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതും പറഞ്ഞ് സുവാനെ നോക്കിക്കോണേ എന്ന് അയാൾ പറയുന്നു. ബുസാനിൽ എത്തിയാൽ നിങ്ങൾ സേഫ് ആകുമെന്നും അയാൾ പറയുന്നു. ഇത് കേട്ടിട്ട് സുവാൻ കരയുന്നു. അത് കണ്ടിട്ട് അവന് കരഞ്ഞു പോകുന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് പോകുന്നു. കരഞ്ഞുകൊണ്ട് അവൻ പുറകിൽ വന്ന് നിൽക്കുന്നു. അവൻ സോംബിയാകുന്ന ആ ടൈമില് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത് സുവാനെയായിരുന്നു. അവനൊരു അച്ഛനായ നിമിഷം, കുഞ്ഞു സുവാനെ തന്റെ കൈകളിലേക്ക് എടുത്ത നിമിഷം, അതോർത്തവൻ ചിരിക്കുന്നു. എന്നിട്ട് അവൻ നേരെ ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. അത് കണ്ട് സുവാൻ കരയുന്നു. ട്രെയിൻ മുന്നിലേക്ക് പോകുവാണ്. ബുസാൻ എത്താറായിരുന്നു. പക്ഷെ പെട്ടെന്ന് ട്രാക്കൊക്കെ ബ്ലോക്കായി കിടക്കുന്നത് കണ്ട് അവർ ട്രെയിൻ നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു. അവർക്ക് മുന്നിൽ ഒരു തുരങ്കമുണ്ട്. അവർ അതിലൂടെ നടക്കുന്നു. അവിടെയൊക്കെ സോംബികളുടെ ശവങ്ങളും കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് 2 പട്ടാളക്കാരെ കാണിക്കുന്നത്. അവർ അതുവഴി വരുന്ന സോംബിനെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരായിരുന്നു. ഇവരെ കണ്ടതും ആ പട്ടാളക്കാരൻ തന്റെ കമാൻഡറോട് ഒരു കുട്ടിയും സ്ത്രീയും നടന്നു വരുന്നു എന്ന് പറയുന്നു. അവർ സോംബികളാണോ എന്ന് അയാൾ ചോദിക്കുന്നു. അവിടെ നല്ല ഇരുട്ടായതുകൊണ്ട് അത് അറിയാൻ പറ്റുന്നില്ല എന്ന് അയാൾ തിരിച്ചു മറുപടി പറയുന്നു. എങ്കിൽ അവരെ ഷൂട്ട് ചെയ്തേക്കോ എന്ന് കമാൻഡർ ഓർഡർ ചെയ്യുന്നു. അത് കേട്ടിട്ട് അവർ പരസ്പരം നോക്കുന്നു. അങ്ങനെ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗൺ എയിം ചെയ്ത് വെക്കുന്നു. അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് സുവാൻ പാടുന്നതായിരുന്നു. അത് കേട്ട് അവർക്ക് മനസ്സിലാകുന്നു നടന്നു വരുന്നത് മനുഷ്യരാണെന്ന്. അത് അവർ എല്ലാവരോടുമായി വിളിച്ചു പറയുന്നു. അങ്ങനെ കുറെ പട്ടാളക്കാർ അവരെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവർ 2 പേരും മാത്രം രക്ഷപ്പെടുന്നു. ഇതായിരുന്നു കഥയുടെ അവസാനം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൂവി? അവസാനം നമ്മൾ എല്ലാം വിഷമിച്ചു അല്ലേ? എല്ലാ കഥയിലും ഹാപ്പി എൻഡിങ്ങുകൾ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെയും ഉണ്ടാകും. എങ്കിലും അവസാനം നമ്മുടെ സുവാനും ഡോളി മാമന്റെ വൈഫും മാത്രം രക്ഷപ്പെട്ടില്ലേ? അപ്പോൾ ഇതുപോലുള്ള മൂവീസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്